السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 200 കോടി മുസൽമാന്റെ ആത്മീയതയുടെ ഈണവും ഇമ്പവും ഇശലുമായി പരിശുദ്ധമായ റമളാൻ മാസം അതിൻ്റെ സർവ അനുഗ്രഹങ്ങളോടും കൂടെ ജൈത്രയാത്ര തുടരുകയാണ്. ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 നമ്മളിൽ നിന്നും ഇതാ കൊഴിഞ്ഞു തീരാനെടുത്തിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും അവൻ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തനായി തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പാത്രമായി തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിനങ്ങളും അവന് ഏറെ ഐശ്വര്യം നിറയുന്നതാണ്, സന്തോഷം നിറയുന്നതാണ്. അള്ളാഹുവിനോടുള്ള അടുപ്പം സിദ്ധിക്കാൻ അവന് സാധിക്കുന്നു എന്നതാണ്. അള്ളാഹു നമ്മളെയൊക്കെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ ഇനി ഈ 10 നമ്മളിൽ എന്നു വരും എന്നുള്ള ആശങ്കയോടെ അള്ളാഹു നമുക്ക് ആയുസ് നൽകിയാൽ മാത്രമാണ് നമുക്കിനി ഒരിക്കൽ ഇക്കഴിഞ്ഞുപോയ റമളാനിലേതുപോലെയുള്ള തുടക്ക ദിവസങ്ങളിൽ എത്താൻ സാധിക്കുക. റമളാനിൻ്റെ മുഴുവൻ ദിവസങ്ങളിലും നാം ഉണ്ടാകുമോ എന്നുപോലും നമുക്ക് പറയാൻ കഴിയാത്ത വിധം അപ്രകാരമാണ് നമ്മുടെ ജീവിതം. അള്ളാഹു നമുക്ക് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടെ നോമ്പെടുക്കാനും അള്ളാഹു ആരോഗ്യത്തോടെയുള്ള അവരെ വഴിപ്പെടുന്ന ആയുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ധാരാളം റമളാനുകൾ കണ്ടുമുട്ടാനും ധാരാളം ഇബാദത്തുമായി ബന്ധപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, റമളാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 നമ്മളിൽ നിന്നും അകലുമ്പോൾ നാം ഒക്കെ കാരുണ്യ ഉടയ വ്യക്തിത്വങ്ങളായി തീർന്നോ എന്ന് നാം ഒരു ആലോചന നടത്തണം. പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യത്തെ 10 നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നാം ഒക്കെ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാൻ പര്യാപ്തരായവരായോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കണം. നമുക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭിച്ചോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കരുണ ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി നാം ബന്ധപ്പെട്ടോ എന്നെല്ലാം ഒരാലോചന നമുക്ക് നല്ലതാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ കരുണ ലഭിക്കാനുള്ള ഒരുപാട് സംഗതികൾ നമ്മളോട് പറയുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായ ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അള്ളാഹു നന്നായി മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി അള്ളാഹു പറയുന്നത്, കരുണ ലഭിക്കാനുള്ള മാർഗമായി അള്ളാഹു പറയുന്നത് യഥാർത്ഥ വിശ്വാസമുണ്ടാകണമെന്നാണ്. സഹോദരങ്ങളെ, നമുക്ക് യഥാർത്ഥ വിശ്വാസമുണ്ടോ? പരിശുദ്ധമായ റമളാൻ മാസത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ലഅല്ലക്കും തത്തഖൂനാണ്. തത്തഖൂൻ എന്ന് പറഞ്ഞാൽ തഖ്വയുണ്ടാകുക എന്നതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്യുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ വെടിയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പര്യാപ്തമായ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ രൂഢമായിട്ടുണ്ടോ? അപ്രകാരം നാം ചെയ്യുന്നുണ്ടോ? അള്ളാഹു നിഷിദ്ധമാക്കിയ സകലതിനെയും നാം ജീവിതത്തിൽ നിന്ന് വിഭാടനം ചെയ്യുകയും അള്ളാഹു അനുവദനീയമാക്കിയതിനെ നാം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഫർളാക്കിയ കാര്യങ്ങളെ നാം ജീവിതത്തിൽ അത് ഒരൽപ്പം പോലും വിടാതെ നാം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നൊരാലോചന നല്ലതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്താണ്? വിശ്വാസമുണ്ടാവുക എന്നുള്ളതാണ്. വെറും വിശ്വാസമല്ല, യഥാർത്ഥ വിശ്വാസം, രൂഢമായ വിശ്വാസം ഉണ്ടായാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കരുണ നമുക്ക് ലഭിച്ചു. അള്ളാഹു അപ്രകാരം നല്ല യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. രണ്ടാമത്തേത് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക. വഅത്തിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ. വഅത്തിഉല്ലാഹ്, നിങ്ങളുടെ ഏകഛത്രാധിപതിയായ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം. വഅത്തിഉല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ വഴിപ്പെടണം. ആരെയാ? ഏകനായ അള്ളാഹുവിനെ, നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയങ്ങളിൽ കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന യജമാനനായ റബ്ബിനെ നാം വഴിപ്പെടണം. വാത്തിയുർ റസൂൽ,
റസൂൽ. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഹബീബാണ്. ആ ഹബീബിനെ നാം വഴിപ്പെടണം പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട സഹോദരി. അങ്ങനെ വഴിപ്പെട്ടാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്തിൻ്റെ ആളുകളായി തീരുന്നതാണ്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും റഹ്മത്ത് ലഭിക്കുമെന്ന് അള്ളാഹു പറയുകയാ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് ആഗതമായിട്ടും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന കാര്യത്തിൽ നാം എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നാം എതിര് പ്രവർത്തിക്കുകയാണോ ചെയ്യുന്നത്? ആ വിഷയങ്ങളിൽ നാം ഗൗരവം പുലർത്താറുണ്ടോ? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ലഭിക്കുന്നത്. കണ്ടോ, ഒന്ന് യഥാർത്ഥ വിശ്വാസമുണ്ടാവുക, രണ്ടാമത്തേത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക. സഹോദരങ്ങളെ, അടുത്തത് നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കാരുണ്യം ലഭിക്കാനുള്ള അടുത്ത മാർഗം നമസ്കാരം നിങ്ങൾ മുറ പോലെ അനുഷ്ഠിക്കണം. കൃത്യമായി അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ ഫർളുകളുമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സമയബന്ധിതമായി അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരം നിർണിതമായ സ്ഥലങ്ങളിൽ പോയി നമസ്കരിക്കണം. അള്ളാഹു എവിടെയാണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലങ്ങളിൽ പോയി, അതല്ലെങ്കിൽ ഏതെല്ലാം നിലയിലാണോ നമസ്കരിക്കണമെന്ന്, ഏതെല്ലാം നിബന്ധനകൾ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ നിലകളിൽ നാം നമസ്കാരം നിലനിർത്തുക. പരിശുദ്ധമായ റമളാൻ മാസമായിട്ട് പോലും നമസ്കാരത്തിൽ ആലസ്യത പുലർത്തുന്ന എത്രയോ ആളുകളാണ്. ഇടയത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റിട്ട് അവസാനം ക്ഷീണമാണെന്നും പറഞ്ഞുകൊണ്ട് സുബഹി പോലും നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന എത്രയോ ആളുകളാണ്. അവധി ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് സുബഹി ഇടയത്താഴവും കഴിഞ്ഞു സുബഹിയും നമസ്കരിക്കാതെ ളുഹറും നമസ്കരിക്കാതെ അസ്ർ വരെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. എന്നിട്ട് മഗ്രിബിന് എഴുന്നേറ്റ് പള്ളിയിലേക്ക് വന്നിട്ട് അവർ നോമ്പ് തുറയുമായി ബന്ധപ്പെടുന്ന ആളുകൾ. സഹോദരാ, അള്ളാഹുവിൻ്റെ കാരുണ്യം നിനക്ക് ലഭിക്കണോ? നമസ്കാരം നിങ്ങൾ നിലനിർത്തണം. നിങ്ങൾ ധനത്തിൻ്റെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കണം. ഇന്ന് ചില ആളുകളുണ്ട്, എൻ്റെ സക്കാത്താണെന്ന് പറഞ്ഞുകൊണ്ട് 100 200 കൊടുത്തിട്ട് ആളുകളെ ഒഴിവാക്കി വിടുന്നൊരവസ്ഥ. സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ദരിദ്രരായ പാവങ്ങളായ സാധുക്കളായ ആളുകൾക്ക് കൊടുക്കുന്ന 100ൻ്റെയും 200ൻ്റെയും കഥയല്ല സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി കണക്കാക്കി അതിൻ്റെ 2.5% തീർച്ചയായും നാം അള്ളാഹുവിന് വേണ്ടി കൊടുക്കണം. അത് നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്, പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. അല്ലാതെ പാവപ്പെട്ടവർക്ക് നാം കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ്. അത് കൃത്യമായി കണക്ക് നോക്കിയിട്ടത് കൊടുത്തില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വഅഖീമുസ്സലാത്ത വആതുസ്സകാ വഅതിഉല്ലാഹ വറസൂൽ ലഅല്ലകും തുർഹമൂൻ. കാരുണ്യം ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ പറയുമ്പോൾ അള്ളാഹു ഒരായത്തിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറയുകയാണ്. നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരുണ്യമാണ്. കണ്ടോ, അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള ഒരു മാർഗമാണ് നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക. ഇത് ചെയ്താൽ നമുക്കെന്ത് ചെയ്യും? കാരുണ്യം ലഭിക്കുന്നതാണ്. പിന്നീടോ പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതെ, പരീക്ഷണങ്ങളിൽ അക്ഷമരകാതെ ക്ഷമയോടെ നാം നിലനിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. രോഗം വന്നു, ഏതെങ്കിലും പ്രയാസം വന്നു, ഏതെങ്കിലും അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തെ ബാധിച്ചു
ഏതെങ്കിലും ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു, അപ്പോൾ നാം പരിഭ്രമചിത്തരാകാതെ, നെട്ടോട്ടമോടാതെ, ആരോടും പരിഭവവും പരാതികളും പറഞ്ഞ് പാരാദൂരങ്ങളുടെ കണ്ണുനീർ കയത്തിലേക്ക് പോകാതെ, യജമാനനായ റബ്ബാണ് എനിക്കിത് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അടിയുറച്ച് നിന്നാൽ, ആ പരീക്ഷണത്തിൽ ക്ഷമാവലംബിച്ചാൽ അള്ളാഹു നമുക്ക് കാരുണ്യം നൽകുന്നതാണ്. പ്രയാസപ്പെടണ്ട. അള്ളാഹു നമ്മളെ കാരുണ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് അപ്രകാരം നമുക്ക് പരീക്ഷണമെല്ലാം വരുന്നത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത നോക്കിയേ, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക് ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇനി പറയുന്നു നോക്കിയേ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ അനുസരിച്ചു ജീവിച്ചാൽ ഫത്തബിഊ, ആ ഖുർആനിനെ പിൻപറ്റി ജീവിച്ചാൽ, ആ ഖുർആനിലുള്ള ആശയങ്ങളെ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, ആ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്ന നിയമവ്യവസ്ഥിതികൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ നാം കാരുണ്യത്തിൻ്റെ അർഹരാകും. അല്ലാതെ പള്ളികളിലിരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിലിരുന്നു കൊണ്ട് AC-യുടെയും ഫാനിൻ്റെയും കുളിർമയിലിരുന്നിട്ട് നമസ്കാര ശേഷം 3 തവണ അല്ലാഹുമ്മ റഹംനാ, അതല്ലെങ്കിൽ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് കാരുണ്യം ലഭിക്കുകയില്ല. ഈ കാര്യങ്ങൾ നാം ജീവിതത്തിൽ ചെയ്യുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഫത്തബിഊ, പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് നാം ജീവിക്കണം. ആ ഖുർആനിനെ പിന്തുടരുമ്പോൾ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാരുണ്യം നൽകുന്നതാണ്. അടുത്ത് നോക്കിയേ, അള്ളാഹു പറയുന്നു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ അനുസരിച്ച് ജീവിക്കുക മാത്രമല്ല, ആ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല, ഓരോരുത്തരും ഓതുന്നതിന്, അതല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കൽ പരിശുദ്ധമായ ഖുർആൻ ഓതി കേൾപ്പിച്ചാൽ നിങ്ങൾ എന്തിനാ ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്തമിഊഹു വഅൻസിതു, ആ ഖുർആൻ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഏതെങ്കിലും കഥ പറയുന്ന ലാഘവത്തോടെ കേൾക്കാനുള്ളതല്ല പരിശുദ്ധമായ കലാം, അള്ളാഹുവിൻ്റെ ഖുർആൻ. അത് എങ്ങനെയെങ്കിലുമെല്ലാം കേട്ടു തീർക്കേണ്ടതല്ല. അത് വളരെ ശ്രദ്ധയോടെ സാഗൂതം നിങ്ങൾ ശ്രദ്ധിക്കണം. കൽബും നിങ്ങളുടെ കാതും നിങ്ങളുടെ കണ്ണുമെല്ലാം കൊടുത്തുകൊണ്ടാണ് ആ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ കേൾക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു അപ്രകാരം അവൻ്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അടുത്തത് നോക്കിയേ, കാരുണ്യം ലഭിക്കാനുള്ള അടുത്ത മാർഗമായി പറയുന്നത് ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ് ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ ചെല്ലണം, അള്ളാഹുവിൻ്റെ അടുക്കൽ പൊറുക്കലിനെ തേടണം. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവളാ റബ്ബേ, കണക്കില്ല റബ്ബേ, നീയല്ലാതെ പൊറുക്കാൻ ഞങ്ങൾക്ക് മാർഗമില്ല, നീയല്ലാതെ കാണാൻ മറ്റൊരാളുമില്ല, പൊറുത്തു തരണേ അല്ലാ. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ ലഅല്ലകും തുർഹമൂൻ, അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിയുന്നതാണ്. കണ്ടോ, അള്ളാഹു എത്ര എളുപ്പമായ മാർഗങ്ങളാണ് നമുക്ക് കാരുണ്യത്തിൻ്റെ മാർഗങ്ങളായി വെച്ചിട്ടുള്ളത്. അടുത്തൊരു പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരായത്തിലൂടെ അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ വഴിഞ്ഞൊഴുകുന്ന ഈ റമളാൻ മാസം മുഴുവൻ കാരുണ്യമാണ്. ഈ റമളാൻ മാസം മുഴുവൻ അള്ളാഹുവിൻ്റെ സകലമാന അനുഗ്രഹങ്ങളും ഭൂമിയിലേക്ക് വഴിഞ്ഞൊഴുകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ മാസമാണ് പരിശുദ്ധമായ റമളാൻ. അള്ളാഹുവിൻ്റെ സകല അനുഗ്രഹങ്ങളും കാരുണ്യവുമെല്ലാം വർഷിച്ചുകൊണ്ടേയിരിക്കുന്ന മാസമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള മറ്റൊരു മാർഗം അള്ളാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫാസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ.
നിങ്ങൾ പരസ്പരം ശണ്ട കൂടല്ലേ, നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കല്ലേ. മുഅ്മിനീങ്ങൾ പരസ്പരം സാഹോദര്യത്തിൻ്റെ കൂട്ടുബന്ധങ്ങളുടെ ചങ്ങലക്കണ്ണികളിൽ അവർ ഇങ്ങനെ സുദൃഢമായി കഴിയേണ്ടവരാണ്. ചന്ന ഭിന്നമായി പോകരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫാസ്ലിഹൂ ബൈനഹുമാ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫാസ്ലിഹൂ ബൈന അഖവൈക്കും. തീർച്ചയായും ആ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. സാഹോദര്യത്തിൻ്റെ ഈറ്റില്യമായി സാഹോദര്യത്തിൻ്റെ മധു നുകർന്നുകൊണ്ടവർ ജീവിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോയാൽ, നിങ്ങൾ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ പരസ്പരം കോപത്തിൽ കഴിഞ്ഞാൽ, ശണ്ടയിൽ കഴിഞ്ഞാൽ, പരസ്പരം കറുപ്പിലും കലർപ്പിലുമായി കഴിഞ്ഞുകൂടിയാൽ ഈ കാരുണ്യത്തിൻ്റെ മാസത്തിൽ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കരുണ ലഭിക്കുന്നതേ അല്ല. അപ്പോൾ എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാൻ ഇതെല്ലാം ആവശ്യമാണെങ്കിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അള്ളാഹു അവൻ്റെ കരുണ ഇങ്ങനെ ധാരാളമായി നൽകുമ്പോൾ ആ പരിശുദ്ധമായ റമളാൻ മാസത്തിലെങ്കിലും അള്ളാഹുവിൻ്റെ ഏറ്റവും വിശാലമായ കാരുണ്യം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഈ ലോകത്തും പരലോകത്തും നാം നഷ്ടവാളികളിൽ പെട്ടുപോകുമല്ലോ. ആയതിനാൽ കാരുണ്യത്തോടെ കഴിയണം. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് വേണമെങ്കിൽ നാമും പരസ്പരം കരുണയുള്ളവരാകണം. പരസ്പരം പൊറുക്കാനും ക്ഷമിക്കാനുമൊക്കെയുള്ള മനസ്സും ശേഷിയുമൊക്കെ നമുക്കുണ്ടാകുമ്പോഴാണ് തീർച്ചയായും നാം കാരുണ്യത്തിൻ്റെ വക്താക്കളായി തീരുന്നത്. ഇന്ന് നോക്കൂ, മനുഷ്യന്മാർ കാടത്തത്തോടെ പെരുമാറുകയാണ്. എല്ലാവരോടും സ്നേഹമില്ലാത്തൊരവസ്ഥ, ആരോടും ആർദ്രതയില്ല, കനിവിൻ്റെ നീർജലം വറ്റിപ്പോയിരിക്കുകയാണ്. എല്ലാവരും പരസ്പരം ആക്രമിക്കുകയാണ്. അവനേക്കാൾ തനിക്കുയരണമെന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് മറ്റവരെ എങ്ങനെയും അടിച്ചൊതുക്കാനുള്ള അതിമോശമായ ചിന്ത ഹൃദയത്തിൽ വെച്ച് പുലർത്തിക്കൊണ്ട് മോശക്കാരായി ഓരോരുത്തരും ജീവിക്കുകയാണ്. മനുഷ്യൻ്റെ മുഖവും മനുഷ്യൻ്റെ ശരീരവും കാട്ടിലെ ചെന്നായേക്കാൾ, അതല്ലെങ്കിൽ ഏറ്റവും ക്രൗര്യതയുള്ള ജീവികളുടെ ഹൃദയവുമായി കഴിഞ്ഞുകൂടുകയാണ്. എപ്പോൾ കിട്ടിയാലും പിച്ചി ചീന്തുവാനും കടിച്ചു കുടയുവാനുമുള്ള വല്ലാത്തൊരഭിനിവേശത്തിൽ കഴിഞ്ഞുകൂടുകയാ. ഇന്ന് മനുഷ്യന്മാർക്ക് പരസ്പരം സ്നേഹമില്ലല്ലോ, ആദരവ് പുലർത്തുന്നില്ലല്ലോ. എല്ലാവരും ഇന്ന് ശണ്ടയില. കാണുമ്പോൾ വെളുക്ക 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 ചിരിക്കുമെങ്കിലും അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുന്നൊരവസ്ഥയാ. സഹോദരങ്ങളെ, ഇങ്ങനെ പോയാൽ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്നതല്ല. മാത്രമല്ല, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ഈ കാരുണ്യത്തിൻ്റെ ഓരോഹരിയുടെ ഒരൽപ്പം പോലും അതിൻ്റെ പാത്രമാകാൻ നമുക്ക് സാധ്യമാവുകയില്ല. അതുകൊണ്ട് അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു അഹ്ലൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾക്ക് കരുണ വേണോ? ജഗനിയന്താവായ ഏകഛത്രാധിപതിയായ പരമപ്രഭുവായ പടച്ചതമ്പുരാനെ കാരുണ്യം നിങ്ങൾ ആശിക്കുന്നുവോ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എന്നാൽ അതോടൊപ്പം തന്നെ വാനലോകത്തിലുള്ള സർവ്വമലക്കുകളും കാരുണ്യത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ പെയ്യിപ്പിക്കണമെങ്കിൽ ഇർഹമു അഹ്ലൽ അർള്, ഈ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാട്ടണം. അത് സഹജീവികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും സസ്യലതാദികളാണെങ്കിലും ഏതിനോടാണെങ്കിലും നിങ്ങൾ കരുണ കാണിക്കണം. ഇർഹമു അഹ്ലൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. ആകാശത്തിലുള്ളവർ അപ്പോഴാണ് നിങ്ങൾക്ക് കരുണ കാണിക്കുന്നത്. അള്ളാഹു കാരുണ്യമാണ്, അള്ളാഹു കാരുണ്യമാണ്, സ്നേഹമാണ്, ആർദ്രതയുള്ളവനാണ്. സഹോദരങ്ങളെ, ആയതിനാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരംശം പോലും ഇല്ലാതെ ഏറ്റവും വലിയ മോശക്കാരായി തീരാൻ നമ്മൾ പാടില്ല. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദാത്തമായ ആ ഒരു സംഭവത്തിലേക്ക്, അതല്ലെങ്കിൽ ആ ഏറ്റവും ഉയർന്ന ഔന്നിത്യത്തിലേക്ക് ഉയരണമെങ്കിൽ കാരുണ്യം നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളണം. കാരുണ്യമില്ലാത്ത മനുഷ്യന്മാരെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ മുഖമാണ്, മനുഷ്യൻ്റെ ആകൃതിയാണ്. പക്ഷേ അവരുടെ ഹൃദയം കാട്ടിലെ ക്രൗരതയുള്ള മൃഗങ്ങളെക്കാൾ ഏറ്റവും ക്രൂശിതമാക്കപ്പെട്ട, അതല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞ ഹൃദയങ്ങളായി തീരുമെന്നുള്ളതാണ്. എന്നാൽ കാട്ടിലെ വന്യജീവികൾക്ക് പോലും അത് വിശക്കുമ്പോഴല്ലാതെ മറ്റൊരു ജീവിയെയും വേട്ടയാടാറില്ല. എന്നാൽ അതിനേക്കാൾ എത്രയോ അധപ്പതിച്ച രൂപത്തിലാണ് ഇന്ന് മനുഷ്യൻ തൻ്റെ സഹജീവികളോട്
പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് തൻ്റെ മാതാവിനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലാൻ പ്രേരിതമാകുന്നു, തൻ്റെ ഭാര്യയെ കൊല്ലാൻ, അതോടൊപ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ കൊല്ലാൻ, തൻ്റെ മാതാപിതാക്കളെ അപായപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്ന എത്രയെത്ര വർത്തമാനങ്ങളാണ് നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയുമോ? വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ, അതല്ലെങ്കിൽ സമ്പത്തിൻ്റെ കുറവാണോ, ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവുള്ളത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ഈ ഭൗതികമായ സാഹചര്യങ്ങൾ കുറവുള്ളത് കൊണ്ടാണോ? ഒന്നുമല്ല സഹോദരങ്ങളെ, കാരുണ്യമെന്ന് പറയുന്ന ആ മഹാ അനുഗ്രഹം, കാരുണ്യമെന്ന് പറയുന്ന ആ മഹാ അനുഗ്രഹം ഹൃദയങ്ങളിൽ നിന്നും ഇതാ അറ്റുപോവുകയാണ്, മുറിഞ്ഞു മാറുകയാണ്. ആർക്കും ആരോടും സ്നേഹമില്ല, ദയയില്ല, ക്ഷമയോടെ പെരുമാറാൻ സാധ്യമാകുന്നില്ല. എല്ലാവർക്കും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമായി ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ ആര് തടസ്സമാകുന്നുവോ അവരെ നിഷ്കാസിതരാക്കാൻ, അവരെ നിഷ്കാസനം ചെയ്യാനുള്ള എന്ത് ശ്രമവും നടത്തുന്ന ഒരു ചിന്തയിലേക്ക്, ഒരു പരിശ്രമത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അള്ളാഹു പരിശുദ്ധമായ റമളാൻ മാസം നമുക്ക് നൽകിയത് നാം കാരുണ്യത്തിൻ്റെ വക്താക്കളാകാനാണ്. നാം കരുണയുള്ളവരാകണം. വിശപ്പും ദാഹവുമെല്ലാം സ്വന്തം ശരീരത്തിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരങ്ങളും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളുമെല്ലാം അനുഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലൊരു മനുഷ്യരായി ജീവിച്ച് ആളുകളോട് സ്നേഹത്തോടെ, ആർദ്രതയോടെ, മമതയോടെ പെരുമാറാനുള്ള മനസ്സും ശരീരവും ഒക്കെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു പരിശുദ്ധമായ റമളാൻ മാസം നൽകിയത്. ആ റമളാനിലൂടെ പോലും നമുക്ക് കാരുണ്യം ലഭിക്കുന്നില്ല എങ്കിൽ, കാരുണ്യത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തില്ല എങ്കിൽ തീർച്ചയായും നാം ഈ ലോകത്തും പരലോകത്തും നശിച്ചവർ തന്നെ ആയതിനാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് ഏറ്റവും ഉദാത്തമായി പ്രവർത്തനങ്ങളുമായി നാം ബന്ധപ്പെടണം. നാഥനായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ കാരുണ്യം പരിപൂർണമായും ലഭിക്കുന്ന ഈ നമ്മുടെ തള്ളവിരൽ മുതൽ നമ്മുടെ ഈ ഉച്ചി വരെ ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ, അതിൻ്റെ ഏതെല്ലാം രോമകൂപങ്ങളുണ്ടോ, ഞാടി ഞരമ്പുകളുണ്ടോ, രക്തധമനികളുണ്ടോ, അതിലെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രവേശിക്കുമാറ് ഏറ്റവും ഉയർന്ന മനുഷ്യത്വത്തിൻ്റെ, ഏറ്റവും ഉയർന്ന ആർദ്രതയുടെ, ഏറ്റവും ഉയർന്ന സ്നേഹത്തിൻ്റെ, ദയയുടെ, കാരുണ്യത്തിൻ്റെ ഏറ്റവും നല്ല മനുഷ്യരായി, വ്യക്തികളായി, വിശ്വാസികളായി നാം ഓരോരുത്തരും മാറണം. നാഥനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ. അതിന് ഈ പരിശുദ്ധമായ റമളാൻ മാസവും റമളാനിൽ നാം അനുഷ്ഠിക്കുന്ന ഉപവാസവും നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാരണമാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.